ാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പുതിയുമാറാകട്ടെ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, മരണങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഇത്രത്തോളം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആയിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സ്നാന ശുശ്രൂഷ നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ്സാണ് നമുക്ക് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വിശദമായിട്ട് നമുക്ക് സ്നാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യമായിട്ട് മത്തായി സുവിശേഷം അതിന്റെ 28-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഒന്ന് മൈക്കിൽ കൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ. നമുക്കത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മൈക്കിലേ വായിച്ചാട്ടെ. അവിടെ പറയാണ്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്താണ് പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അധികാരം പ്രാപിച്ച കർത്താവ് പറയുകയാണ്, ഇനി 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് കണ്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. എന്നിട്ട് അടുത്തത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ സ്നാനം എന്നത് കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൽപ്പന നമ്മൾ അനുസരിക്കുന്നത്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്നാനം അനുസരിക്കണ്ടേ? അനുസരിക്കണം. അതെങ്ങനെയാണ്? യേശുവിന്റെ നാമത്തിലല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. ഇത് യേശു കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇന്ന് യേശുനാമക്കാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. യേശുനാമക്കാർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അവർ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനം കഴിപ്പിക്കാവൂ എന്നാണ് അവർ പറയുന്നത്. ഇന്ന് അനേക പെന്തക്കോസ്റ്റിലെ AG-ലെയും IPC-യിലൊക്കെ പാസ്റ്റർമാർ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? യേശുനാമത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഇവരുമായിട്ടുള്ള ഒരു ചർച്ചയിൽ കുറെ ദിവസം പങ്കെടുത്തതാണ്. അപ്പൊ ഇവര് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരെന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിച്ച് അപ്പോസ്തലന്മാരെ സ്നാനം കഴിപ്പിച്ച്. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലല്ല, യേശുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനം കഴിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇവര് IPC-യിലും AG-യിലൊക്കെ നിന്ന ദൈവാസന്മാര്, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ ഇവര് പിന്നെയും പോയിട്ട് എന്ത് ചെയ്തു? യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. ഞാൻ പറയാൻ മനസ്സിലാകണം. ഒരു സ്നാനം കഴിഞ്ഞതാണ്, എന്നിട്ട് വീണ്ടും പോയിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഞാനിവിടെ ചോദിച്ച ചോദ്യം, ഈ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ പുത്രന്റെ നാമമാണോ എന്ന് ചോദിച്ചു.
യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ഏതാണ്? അല്ലേ? പുത്രൻ ആരാണ്? യേശു ക്രിസ്തുവാ. അപ്പൊ ഈ യേശു ക്രിസ്തു ഇവിടെ അന്ത്യകൽപ്പനയിൽ എന്താ പറഞ്ഞ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിലെന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഏത് നാമം വന്നിട്ടുണ്ട്? പുത്രന്റെ നാമം വന്നിട്ടുണ്ട്, അല്ലേ? പുത്രന്റെ നാമമല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ വേറെ പോയി മുങ്ങിയത്? അതിന് അവർക്ക് മറുപടിയില്ല. ഇനി രണ്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തെ 19-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 19-2 മുതൽ. അപ്പൊ പൗലോസ് കൊരിന്തിലെത്തിയപ്പോ കുറച്ചു പേരെ കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നെന്ത് ചെയ്തു? അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന്. അടുത്തത്. അപ്പൊ പൗലോസിന് ഒരു ഡൗട്ട്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും ഏതാണ്? യോഹന്നാന്റെ സ്നാനം. യേശുവിനെ സ്നാനപ്പെടുത്തിയ ആരാണ്? യോഹന്നാനാണ്. അപ്പൊ ആ യോഹന്നാൻ സ്നാപകന്റെ കീഴിലാണ് ഇവരെന്ത് ചെയ്തേ? സ്നാനപ്പെട്ടെ. യോഹന്നാന്റെ സ്നാനത്തിന്റെ പ്രത്യേകത എന്താണ്? മാനസാന്തര സ്നാനമാണ് യോഹന്നാൻ എന്ത് ചെയ്തേ? കഴിപ്പിച്ചത്. അപ്പൊ അവിടെ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടാഞ്ഞത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് കിട്ടാഞ്ഞത്. അപ്പൊ മാനസാന്തര സ്നാനമല്ല, യോഹന്നാന്റെ സ്നാനമാണെന്ന് പറഞ്ഞു. അടുത്തത്. യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അടുത്തത്. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റു. അടുത്തത്. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ എങ്ങനെ? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അടുത്തത്. ആ പുരുഷന്മാർ എല്ലാവരും കൂടി 12ഓളമായിരുന്നു. ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാന്റെ സ്നാനമേറ്റെ. യോഹന്നാന്റെ സ്നാനത്തിന്റെ പ്രത്യേകത എന്താണ്? മാനസാന്തര സ്നാനം. അപ്പൊ അത് കഴിഞ്ഞപ്പോ പൗലോസ് ഇവരെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇവരുടെ തലമേൽ കൈവച്ചപ്പോൾ ഇവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു, ഇവർ പ്രവചിച്ചു. ഏകദേശം 12 പേര്. അപ്പൊ സ്നാനം കഴിഞ്ഞിട്ട് തലയെ കൈവച്ചപ്പോ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെങ്കിൽ ഇവരോട് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ പ്രാപിക്കില്ലല്ലോ. ഇവരാദ്യം എന്താ പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലെന്നല്ലേ ഇവർ പറഞ്ഞത്. അപ്പോൾ പൗലോസ് സ്നാനപ്പെടുന്നതിന് മുമ്പായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരോട് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടാണ് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയത്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തിയെങ്കിലും അവിടെ കൃത്യമായിട്ട് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? ഇത് മൂന്നും ഒരുമിച്ചാ. അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാവിന്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ എന്നാണ്. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകണം. ആമേൻ. ഇത് ഏത് നാമം പറഞ്ഞാലും ദൈവത്തിന്റെ നാമം തന്നെയാണത്. യേശുവിന്റെ നാമം പറഞ്ഞാലും പരിശുദ്ധാത്മാവിന്റെ നാമം പറഞ്ഞാലും പിതാവിന്റെ നാമം പറഞ്ഞാലും എല്ലാം ഏത് തന്നെയാണ്? ദൈവത്തിന്റെ നാമം തന്നെയാണ്. ആമേൻ. അപ്പൊ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്നാനമേൽക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ ആ ഭാഗം പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം. ചിലരൊക്കെ ചോദിക്കുന്നത്, പാസ്റ്ററെ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് സ്നാനപ്പെടേണ്ടത്? പല സഭകളും പറയുന്നത് 2 മാസം വചനം പഠിപ്പിച്ചിട്ട് മതി, 4 മാസം വചനം പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്തിയാൽ മതി എന്നാണ് എന്ത് ചെയ്യുന്നത്?
മിക്ക സഭകളും അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സഭകള് പറയുന്ന പോലെയല്ല, ബൈബിൾ എന്താണ് പറയുന്നത് അതല്ലേ നമ്മുടെ ആധാരം, നമ്മുടെ അളവുപോലെ ഏതാണ്? ബൈബിൾ അല്ലേ? അപ്പൊ ഇവിടെ തന്നെ മത്തായിയിൽ എന്താണ് പറഞ്ഞേ? ആദ്യം എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം അല്ലെ? മത്തായി 28:19 എന്താ പറഞ്ഞേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് അവരെ ശിക്ഷിലാക്കണം. ഉപദേശം പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്താനല്ല ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ്? സ്നാനപ്പെടുത്തിയതിന് ശേഷമാണ് ഉപദേശം പഠിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? ബൈബിളിൽ സ്നാനപ്പെട്ടവരൊക്കെ നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തെ 8-ാം അധ്യായം. ഇത് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഇത് അനേകർക്ക് അത് ഉപകാരമാകും. അതുകൊണ്ടാണ് നമ്മളിത് വിശദമായിട്ട് എടുക്കുന്നത്. 8:34 വാക്യം വായിച്ചേ. ഷണ്ണൻ ഫിലിപ്പോസിനോട് അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ചുരുളെന്താണ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഷണ്ണൻ തേരിലിരുന്നുകൊണ്ട്. അപ്പൊ തേരിനോട് ഫിലിപ്പോസ് ചേർന്ന് നടന്നു. അങ്ങനെ തേരിൽ കയറിയിരുന്ന് അപ്പൊ ഷണ്ണൻ ചോദിക്കുകയാണ്, ഇത് ആരെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്? അറുക്കുവാനുള്ള കുഞ്ഞാടിനെ പോലെ കൊണ്ടുപോയിരുന്നു, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരുന്നു എന്നൊക്കെയാണ് ഈ വായിച്ചത്. അപ്പൊ ഇത് ആരെ കുറിച്ചാണെന്ന് ആർക്കും മനസ്സിലായില്ല, ഷണ്ണന് മനസ്സിലായില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനഭാഗം വെച്ചുകൊണ്ട് ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഈ ഷണ്ണനോട് എന്താ അറിയിച്ചു? സുവിശേഷം അറിയിച്ചു. വളരെ ശ്രദ്ധിക്കണം, സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഷണ്ണന് എന്ത് മനസ്സിലായി? രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ സുവിശേഷത്തിൽ എന്തോ ഉണ്ട്? സ്നാനമുണ്ട്. അപ്പൊ സുവിശേഷത്തിന്റെ പൂർണ്ണത നമ്മൾ സ്നാനം കൂടി ഉൾപ്പെടുത്തി പറയുമ്പോഴാണ് പൂർണ്ണത വരുന്നത്. അതിന്റെ ആത്മീയാർത്ഥം നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. അപ്പൊ സുവിശേഷം പറയുമ്പോൾ പലരും പറയുന്നത് സുവിശേഷം എന്ന് പറഞ്ഞ രക്ഷയെ കുറിച്ചുള്ള അന്വേഷണം മാത്രമാണെന്നാ. പക്ഷെ അല്ല, ഇവിടെ ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞപ്പോൾ സ്നാനത്തെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്ക് എങ്ങനെ അറിയണേ? വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുന്ന പുള്ളിക്ക് എങ്ങനെ അറിയണേ? കാരണം പുള്ളിക്ക് വചനത്തെ കുറിച്ച് ഒരറിവില്ല. കാരണം അറുക്കുവാനുള്ള കുഞ്ഞാടിനെ പോലെ യേശുവിനെ കൊണ്ടുപോയി രോമം കത്തിക്കുന്നതിന് മുമ്പിൽ നിന്ന് തന്നെ യെശയ്യാ പ്രവാചകന്റെ ഭാഗം വായിച്ചപ്പോ ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പോലും ആണെന്ന് പോലും പുള്ളിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സ്നാനത്തെ കുറിച്ച് എങ്ങനെ മനസ്സിലായി? സുവിശേഷം പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പോൾ സ്നാനത്തെ കുറിച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിലിപ്പോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സുവിശേഷം പറയുമ്പോൾ രക്ഷയെ കുറിച്ചുള്ള കാര്യം മാത്രമല്ല, സ്നാനം കൂടെ തീർത്ത് പറയണം. ഓക്കെ, അങ്ങനെ തർത്തി വെച്ചേ വായിച്ചേ. അപ്പൊ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോ ഷണ്ണം പറയാണ്, ഇതാ വെള്ളമുള്ള ഒരു സ്ഥലം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അപ്പൊ ഫിലിപ്പോസ് എന്ത് പറഞ്ഞു? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. ഒറ്റ വ്യവസ്ഥയുള്ളൂ. എന്താണ് വിശ്വസിക്കേണ്ടത്? അവനും പറയുന്നുണ്ട് അടുത്ത്. അപ്പോൾ ഷണ്ണം പറയുന്നു, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒറ്റ കാര്യം വിശ്വസിച്ചാൽ അവൻ എന്ത് ചെയ്യാം? സ്നാനപ്പെടുത്ത. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ വിശ്വസിച്ചാൽ അവനെ നമുക്ക് സ്നാനപ്പെടുത്താം. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശ്വസിക്കുവാൻ പ്രായമുണ്ടാകണം. ആമേൻ. അതാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനപ്പെടാനുള്ള യോഗ്യത എന്താണെന്ന് അറിയാമോ? എന്ത് ചെയ്യണം? യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുവാൻ പ്രായമുള്ളവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അല്ലാതെ ബൈബിളിൽ എന്ത് കൊടുത്തിട്ടില്ല? പ്രായപരിധി ബൈബിളിൽ കൊടുത്തിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുവാൻ പ്രായമുള്ളവരെ.
അത് ഏറ്റു പറയുന്നവരെയാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെ ഇരുവരും എന്ത് ചെയ്തു? അധികം വെച്ചാ വായിച്ചോട്ടെ വായിച്ചോട്ടെ. കണ്ടോ, ഫിലിപ്പോസ് ഷണ്ണനും എവിടെ ഇറങ്ങി? വെള്ളത്തിലിറങ്ങി. ബൈബിളിന്റെ വ്യവസ്ഥ വെള്ളത്തിലിറങ്ങി മുക്കി സ്നാനപ്പെടുത്തണമെന്നാ. യേശുക്രിസ്തു യോർദാൻ നദിയിൽ ഇറങ്ങിയാണ് സ്നാനപ്പെടുന്നത്. തളിച്ചല്ല സ്നാനപ്പെടുത്തേണ്ടേ. തളിച്ച് സ്നാനപ്പെടുത്താനാണെങ്കിൽ എന്തായാലും അവർക്ക് കുടിക്കാനുള്ള വെള്ളം തേലുണ്ടാവില്ലേ? രണ്ട്, തേര് ഓടിക്കുന്ന ഡ്രൈവറുണ്ട്. അവനോട് പറഞ്ഞിട്ട് ഒരു കപ്പ് വെള്ളം മുക്കിക്കൊണ്ടുവന്നാൽ പോരായിരുന്നോ തളിച്ച് സ്നാനപ്പെടുത്താനാണെങ്കിൽ? അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ഇരുവരും വെള്ളത്തിലിറങ്ങി. അവ ചോദിച്ചോ? ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചു. കണ്ടോ, അവർ വെള്ളത്തിൽ നിന്ന് കയറി. മതി, ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്നാനപ്പെടുവാൻ എത്ര ദിവസം വേണമെന്നാണല്ലോ, എത്ര സമയം വേണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുവിശേഷം പറഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ടു, അവന്റെ സ്നാനം സത്യമാണെന്ന് മനസ്സിലായി, യേശുക്രിസ്തു ദൈവത്തിനാണെന്ന് പുള്ളി വിശ്വസിച്ചു. അങ്ങനെ തേര് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ വെള്ളമുള്ള ഒരു സ്ഥലം കാണുന്നു. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങുന്നു, സ്നാനപ്പെടുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു? സ്നാനപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതായത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് 1 മണിക്കൂർ കൊണ്ടെങ്കിലും ആര് സ്നാനപ്പെട്ടു? ഷണ്ണൻ സ്നാനപ്പെട്ടു. ഇതാണ് ബൈബിളിന്റെ വ്യവസ്ഥ. ഇനി അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെട്ടു നമുക്ക് നോക്കാം. ഒന്നൊരു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവ് അവനോട് നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന് യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു. അവൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. നമുക്കറിയാം, ദൈവമക്കളെ പീഡിപ്പിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം മേടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ആര് വരികയാണ്? ശൗല് വരികയാണ്. പൗലോസിന്റെ മുൻപത്തെ പേരാണ് ശൗല് എന്ന് പറയുന്നത്. അങ്ങനെ ശൗല് ഇങ്ങനെ പാഞ്ഞു വരുമ്പം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്ത് ചെയ്തു? വലിയൊരു വെളിച്ചം മിന്നി. കർത്താവിന്റെ സന്ദർശനമാണ്. കണ്ണ് കാണാത്തവനായി കുതിരപ്പുറത്ത് എന്ത് ചെയ്തു? താഴെ വീണു. ഒന്നും മനസ്സിലായില്ല. ആരാകുന്ന കർത്താവ് എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തു ആണെന്ന് എന്ത് ചെയ്തു? യേശു മറുപടിയും കൊടുത്തു. അങ്ങനെ എല്ലാവരും കൂടെ ഇവനെന്ത് ചെയ്തു? കൈക്ക് പിടിച്ച്, കണ്ണ് കാണാത്തവനായതുകൊണ്ട് കൈക്ക് പിടിച്ച് യൂദയുടെ ഭവനത്തിൽ കൊണ്ടാക്കി. അങ്ങനെ 3 ദിവസം കണ്ണ് കാണാത്തവനായി ആരവിടെ ഇരുന്നു? പറഞ്ഞാൽ ഈ ശൗൽ അവിടെ ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് അനന്യാസ് എന്ന് പറഞ്ഞ ഉപദേശിക്ക് ഒരു ദർശനം കൊടുത്തിട്ട്, നീ ഈ ശൗലിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യുക? ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ പ്രാർത്ഥിക്കുന്നു. കണ്ണിൽ നിന്ന് ചെതമ്പല് പോലെ എന്ത് ചെയ്തു? വീണു. ഇവൻ സൗഖ്യം പ്രാപിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റ് എന്ത് ചെയ്തു? സ്നാനമേറ്റു എന്ന്. അതായത് എനിക്ക് തോന്നുന്നു ഈ പൗലോസ് അല്ലെ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം ചെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയിട്ട് ആ ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനമായിട്ടുണ്ട്. ഞാൻ പറയാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ കുതിരപ്പുറത്ത് വീണിട്ട് ഞാൻ കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൗലോസിന് മാനസാന്തരം വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ആര് സ്നാനപ്പെട്ടു? പൗലോസ് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഓക്കെ, കാരണം 3 ദിവസം കണ്ണു കാണാത്തവനായിരുന്നു. അവിടേക്ക് ആര് വരണമായിരുന്നു? അനന്യാസ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്ത് ചെയ്യണമായിരുന്നു? വരണമായിരുന്നു. ആ വചനം കേട്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് തന്നെ എന്ത് ചെയ്തു?
സ്നാനപ്പെട്ടു. ഇനി അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം വായിച്ചേ. 44-45 അപ്പോസ്തലപ്രവൃത്തി. ആ ആ ആ വചനങ്ങളെ പ്രസ്താവിച്ചപ്പോൾ കൊർന്നേലിയോസിന്റെ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കാണുകയാൽ ആ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചെടുത്തത് നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു ഓർത്തത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു എന്ന് അന്ന് തന്നെ അവര് സ്നാനപ്പെട്ടു. കുറച്ചു പേരൊന്നല്ല, കൊർന്നേലിയോസും അവന്റെ വീട്ടുകാരും അവന്റെ കൂട്ടുകാരും വലിയൊരു പുരുഷാരം അന്ന് തന്നെ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു എന്ന്. അപ്പൊ 4 മാസം വചനം പഠിപ്പിക്കണോ? വേണ്ട. ഇനി പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം പകർന്നു കഴിഞ്ഞപ്പോ പത്രോസ്ലീഹ എഴുന്നേറ്റ് എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അല്ലേ? ആ ഭാഗം നമുക്കറിയാം. ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 37 മുതലുള്ള വാക്യങ്ങൾ. അല്ല, പാപങ്ങളുടെ മോചനത്തിനായി, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അങ്ങനെ പറഞ്ഞിട്ട് താഴെ നമുക്കറിയാം അവിടെ 3000 പേര് എന്ത് ചെയ്തു? ആ ഭാഗം വായിച്ച് 3000 പേര് സ്നാനപ്പെട്ടു എന്ന വാക്യമുണ്ട്. കിട്ടിയോ? അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേര് സ്നാനമേറ്റു എന്ന് ഈ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ. ആമേൻ. അപ്പോൾ എപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് എപ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ അപ്പോൾ സ്നാനം നടക്കണം. സ്നാനം സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്നാനത്തിന് സമർപ്പിച്ചെന്ത് ചെയ്യണം? ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ വെള്ളം മുങ്ങി, ഈ കർത്താവ് വെള്ളത്തിൽ മുങ്ങി കർത്താവിന്റെ കൽപ്പനയാവുന്ന സ്നാനം സ്വീകരിക്കണം. ഓക്കെ, ഞാൻ മടങ്ങി വരിക. അപ്പൊ സ്നാനം എന്താണ്? ഒന്ന്, കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം. ഇനി വായിച്ചാട്ടെ അടുത്ത വാക്യം. ഗലാത്യ ലേഖനം 3-26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 3-26 മുതലുള്ള വാക്യങ്ങൾ. അപ്പൊ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ നമ്മളെല്ലാവരും എന്തായി? എപ്പോഴായേ? അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അപ്പൊ സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ എന്ത് ചെയ്യാവൂ? സ്നാനപ്പെടുത്താവൂ. അപ്പൊ വിശ്വാസത്താലുള്ള രക്ഷ സ്വീകരിക്കണം ആദ്യമായിട്ട്, എന്നിട്ടാണ് സ്നാനത്തെ കുറിച്ച് പറഞ്ഞത്. അടുത്തത് അങ്ങനെ സ്നാനം എന്താണ്? ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ സ്നാനത്തെ കുറിച്ച്. ഒന്ന്, ക്രിസ്തുയേശുവിനോട് ചേരുവാനാണ്. ഒരു സംഘടനയോട് ചേരുവാനല്ല, ഒരു സഭയോട് ചേരുവാനല്ല, ഒരു വ്യക്തിയോട് ചേരുവാനല്ല. ആരോട് ചേരാനാണ്? ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. അപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ യേശുവിനോട് ചേരാൻ കഴിയത്തില്ല. യേശുവിനോട് കൂട്ടായ്മ ഉണ്ടാകത്തില്ല. യേശുവിൽ വസിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഞാൻ പറയാൻ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യേശുവിനോട് ചേരുന്നതാണ് സ്നാനം. അപ്പൊ യേശുവിനോട് ചേരണ്ടേ? ചേരണം. 2, യേശുവിനെ നമ്മൾ ധരിക്കുന്നതാണ് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതാ അല്ലെ, ഞാൻ ഈ ഷർട്ട് ഇടുന്ന പോലെ
ഇത് ശരിക്കും ഈ ബുള്ളറ്റ് പ്രൂഫ് ഉള്ള ഡ്രസ്സ് ധരിക്കും. അതിന് വേണ്ടിയാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ വെടിയൊക്കെ വെച്ചാലും എന്നാൽ ഈ ബുള്ളറ്റ് ഒന്നും എന്ത് ചെയ്യില്ല, ആ ശരീരത്തിൽ കയറില്ല. ഇതേപോലെയാണ് ഞാൻ നേരത്തെ പൗലോസിന്റെ കാര്യം പറഞ്ഞില്ലേ, പൗലോസ് ആരെ പീഡിപ്പിക്കാൻ വേണ്ടിയാ പോയേ? ദൈവമക്കളെ പീഡിപ്പിക്കാൻ വേണ്ടിയാ. പക്ഷെ യേശു എന്താ പറഞ്ഞേ? നീ ആരാകുന്ന കർത്താവെ എന്ന് ചോദിച്ചപ്പോ പൗലോസിന് എന്താ പറഞ്ഞേ? നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തുവാണെന്ന് ഞാൻ. യേശുവിനെ ആണോ പത്രോസ് പൗലോസ് ഉപദ്രവിച്ചത്? അല്ല, ദൈവമക്കളെ ഉപദ്രവിച്ചേ. പക്ഷെ യേശു പറയുന്നു, ദൈവമക്കളെ ഉപദ്രവിച്ചപ്പോൾ നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു. അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ നമ്മൾ യേശുവിനെ ധരിക്കുകയാണ് സ്നാനത്തിലൂടെ. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും തൊട്ടാൽ ആമേൻ, അതിന് തക്കതായ ശിക്ഷ ആര് കൊടുക്കും? ദൈവം കൊടുക്കും. കാരണം നമ്മൾ സ്നാനത്തിലൂടെ ഒരു ഷർട്ട് ധരിക്കുന്ന പോലെ യേശുവിനെ നമ്മൾ ധരിച്ചിരിക്കുക. അപ്പൊ നമ്മെ തൊടുമ്പോ ആദ്യം ആരെ തൊടുന്നേ? യേശുവിനെയാണ് തൊടുന്നത്. അപ്പൊ പറഞ്ഞെന്താണ്? യേശുവിനോട് പറഞ്ഞാട്ടെ, ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു, മത്തായി 28:19 പറഞ്ഞു യേശുവിന്റെ അന്ത്യകൽപ്പന. ഗലാത്യലേഖനം 3:27 എന്ത് പറഞ്ഞു? പറയാതെ, ക്രിസ്തുവിനോട് ചേരുന്നതാണ് ക്രിസ്തുവിനെ ധരിക്കുന്നതാണ്. ഇനി താഴത്തേക്ക് അടുത്ത വാക്യം 27 വാക്യം വായിച്ചേ. വായിച്ചോ, താഴത്തേക്ക് വായിച്ചോ. ആ ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർക്ക് അതിൽ യഹൂദനും യവനും, അല്ലെങ്കിൽ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ല, ആണും പെണ്ണുമെന്നുമില്ല, നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിലൊന്നാണ് എന്ന് പറഞ്ഞാൽ സകലരും ആണും പെണ്ണും യഹൂദനും യവനും എല്ലാവരും എന്ത് ചെയ്യണം? ഈ യേശുവിന്റെ കൽപ്പനയാകുന്ന, യേശുവിനോട് ചേരുന്നതാകുന്ന, യേശുവിനെ ധരിക്കുന്നതാകുന്ന ഈ സ്നാനമേൽക്കണം. ആമേൻ. ഇനി പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ലൂക്കോസ് 7:30 വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. പെട്ടെന്ന് വായിച്ചാട്ടെ. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ബേബി ഇവിടെ അനെ ഈ കസര കൊണ്ടുവന്നിരുത്തി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കണം. ആമേൻ. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ആലോചനയാണെന്ന് പറഞ്ഞാട്ടെ. മൂന്നാമത്തെ പോയിന്റ് എന്താ? ദൈവത്തിന്റെ ആലോചന. ഈ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് എന്താ പ്രശ്നം അറിയാമോ? ഒന്ന് വായിച്ചേ. 107-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിച്ചേ. 107:10 വായിച്ചാട്ടെ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധവസരം വരുന്നു. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു പോയവർ. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്താൽ എന്തുണ്ടാകും? പറഞ്ഞാട്ടെ, ഇരുളിലും അന്ധതമസിലും ഇരുന്ന് ഇരുമ്പ് ചങ്ങലയാലും അരിഷ്ടതയാലും ബന്ധിക്കപ്പെട്ടു പോകും. ചിലർ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടില്ല. എനിക്കൊരു വ്യക്തിനെ അറിയായിരുന്നു, വർഷങ്ങളോളം സ്നാനം എടുക്കാൻ നടന്നൊരു വ്യക്തി. ആമേൻ. പക്ഷെ നമ്മൾ ആരുടെ ആലോചനയെ തള്ളുന്നേ? ദൈവത്തിന്റെ ആലോചനയെ തള്ളുന്നേ. ഒരു പാസ്റ്റർ ആലോചന അല്ല അത്. ആ പാസ്റ്റർ ആലോചനയാണ്, സംഘടനയുടെ ആലോചനയാണെങ്കിൽ ഞാൻ സ്നാനം വെക്കൂലായിരുന്നു. ആമേൻ. പക്ഷെ സ്നാനം എന്നുള്ളത് എന്താണ്? പറഞ്ഞാട്ടെ, അത് ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്.
അപ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിന്റെ വചനത്തിനും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ എതിരെ നിൽക്കാൻ പാടില്ല. ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ കൽപ്പന ദിനം നമ്മൾ അനുസരിക്കേണ്ടതാണ്. അപ്പൊ സ്നാനമുള്ളത് എന്താണ്? സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാണ്. അതെന്ത് ചെയ്തു? സ്നാനമേൽക്കാതെ അവർ എന്ത് ചെയ്തു? വൃഥാവാക്കി കളഞ്ഞു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകുക. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 പത്രോസ് 3:20 മുതൽ. അപ്പൊ അവിടെ പറയാണ്, ആ പെട്ടകത്തിൽ അല്പജലം എന്ന് വെച്ചാൽ 8 പേർ. അതാരാണ്? നോഹയും ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും 8 പേർ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറിയായിട്ട് എന്താണ് വെച്ചേക്കുക? അതെങ്ങനെയാണ് സ്നാനത്തിന് മുൻകുറിയാവുന്നത്? അതായത് താഴെ നിന്ന് ഇത് ആഴികൾ തുറന്ന് വെള്ളം പൊങ്ങി, മുകളിൽ നിന്ന് എന്ത് ചെയ്തു? ആകാശത്ത് നിന്ന് എന്ത് ചെയ്തു? മഴ പെയ്തു. അല്ലെ, 40 രാവും 40 പകലും മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പെട്ടകം എവിടെ നിൽക്കുന്നത്? വെള്ളത്തിന് മുകളിൽ നിൽക്കുക. അല്ലെ, മഴ മേളിൽ നിന്നും ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്? പെട്ടകത്തെ നനച്ചുകൊണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അതായത് മുഴുവൻ വെള്ളത്തിലൊപ്പം നിൽക്കുന്നത്. മേളിൽ വെള്ളം, സൈഡിൽ കൂടെ വെള്ളം, താഴെയും വെള്ളം. അതാണ് സ്നാനത്തിന് മുൻകുറി എന്ന് പറയുന്നത്. നമുക്ക് റോമാലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ ആത്മീയാർത്ഥം നമ്മൾ പഠിക്കും. നമ്മൾ സ്നാനപ്പെടേണ്ടത് തളിച്ചല്ലെന്ന് പറയാൻ കാര്യം പറയാമോ? അതിന് വലിയ പ്രാധാന്യമുണ്ട്. വെള്ളത്തിൽ മുങ്ങിയേ സ്നാനപ്പെടാവൂ. കാരണം യേശുക്രിസ്തുവിനെ കല്ലറയിൽ വെച്ചതുപോലെ യേശുക്രിസ്തുവിനെ അടക്കിയിട്ട് 3 ദിവസം ആരെങ്കിലും കണ്ടില്ല? കാരണം എന്താണ്? കല്ലറയുടെ വാതിൽ എന്ത് ചെയ്തു? കല്ല് വെച്ച് അടച്ചു. അപ്പൊ ഇതേപോലെ നമ്മളെ പൂർണ്ണമായിട്ട് വെള്ളത്തിൽ മുങ്ങണം. കാരണം യേശുവിന്റെ മരണത്തോടും അടക്കത്തോടും സാദൃശ്യപ്പെടുത്തുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ആത്മീയാർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഭാഗത്തേക്ക് വരാം. അപ്പൊ ഇവിടെ സ്നാനപ്പെട്ട സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞത് ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണെന്ന്. അപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടാവില്ല. ഇപ്പൊ അപ്പൻ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയും. നമ്മുടെ സ്നേഹത്തോടെ ഇരിക്കുന്ന അപ്പൻ, ആ അപ്പന്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ നമുക്കൊരു നല്ല മനസാക്ഷി അപ്പനോട് ഉണ്ടാവുമോ? അപ്പൻ എന്ത് പറഞ്ഞാലും തറുതല പറയുക, എന്ത് പറഞ്ഞാലും ചാടിക്കിടിക്കുക. അപ്പൊ പിന്നെ ആ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് പോവോ? കണ്ടോ, ആ അപ്പനോട് നല്ല മനസാക്ഷി നമുക്ക് ഉണ്ടാകത്തില്ല. ഇതേപോലെയാണ് സ്നാനം. ആ അപ്പന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്നാനം അപ്പന്റെ ആലോചനയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അത് അനുസരിക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തോട് എന്തുണ്ടാവില്ല? നല്ല മനസാക്ഷി ഉണ്ടാകത്തില്ല. ഇതാണ് സ്നാനം എന്നത്. ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. ആമേൻ. അപ്പൊ ദൈവത്തോട് നല്ല മനസാക്ഷി വേണ്ടേ? വേണം. അപ്പൊ സ്നാനപ്പെട്ടേ മതിയാകൂ. ഇനി മത്തായി വിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. മത്തായി 3:13 മുതൽ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ അവന്റെ അടുക്കൽ വന്നു. അടുത്തത്, യോഹന്നാനും അവനെ വിലക്കി, നിന്നെ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം. അപ്പോൾ യോഹന്നാൻ പറയാണേ, നിന്നെ സ്നാനമേൽക്കുവാനാണ് എനിക്ക് ആവശ്യം. കാരണം നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം എന്താണ് എന്നെ അയച്ചതാണ്. നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ വേണ്ടിയാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് നിന്നിലൂടെയാണ് ഞാൻ സ്നാനമേൽക്കേണ്ടത്. പക്ഷെ അപ്പൊ യേശു എന്താ പറഞ്ഞേ? ഇപ്പോൾ സമ്മതിക്കാം,
അപ്പൊ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു പറയാനേ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നതാണ് നമുക്ക് ഉചിതം. അപ്പോൾ സകല നീതിയും നിവർത്തിക്കുന്നതാണ് സ്നാനം. ദൈവിക നീതിയിൽപ്പെട്ട ഒരു കാര്യമാണ് ഏത്? സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതി നിവർത്തിക്കണ്ടേ? നിവർത്തിക്കണം. അതിനു വേണ്ടിയാണ് സ്നാനം. അപ്പൊ ഒന്ന് ആ ഭാഗത്ത്, ഒന്ന് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്നതാണ്. രണ്ട്, യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ് സ്നാനം. അല്ലെ, 1 പത്രോസിൽ എന്താ പറഞ്ഞത്? 2-ാം അധ്യായം അതിന് 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പഠിക്കുന്നു. ഒന്ന് വായിച്ചേ, 1 പത്രോസ് 2:20-21. ആ ആ ആ ആ കണ്ടോ, നിങ്ങൾ അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ. അപ്പൊ യേശു ക്രിസ്തു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരാണ് ഈ മാതൃക സേഖരവ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ആൾക്കാർ ചോദിച്ചാനെ, ഓ യേശു സ്നാനപ്പെട്ടിട്ടില്ല, പിന്നെ ഞങ്ങൾ സ്നാനപ്പെടുന്നത്. യേശു സ്നാനപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് ഇവർ സ്നാനപ്പെടുന്നില്ല. ചിലര് പറഞ്ഞത് പറയാമോ, യേശു യോർദാനിലല്ല സ്നാനപ്പെട്ടു, എന്നെ അവിടെ കൊണ്ട് നിൽക്കണം. ഓരോ ഉടായ്പിനായും പറഞ്ഞതാണ്, മുട്ടിനായും പറഞ്ഞതാ. ഇനി അവിടെ കൊണ്ടായവർ പറയും, യോഹന്നാനല്ലേ സ്നാനപ്പെടുത്തി, എന്നെ യോഹന്നാൻ തന്നെ സ്നാനപ്പെടുന്നു പറയും. അങ്ങനത്തെ ആൾക്കാരാണ് ആൾക്കാര്. എവിടെ പെരുന്നെന്നുള്ളതല്ല, എന്ത് ചെയ്യണം? വെള്ളത്തിൽ മുങ്ങി നമ്മൾ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അപ്പൊ ഇനി ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ടു ഞങ്ങൾക്കറിയാം, പക്ഷെ യേശു ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന വിരുദ്ധന്മാരുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മറുപടി കൊടുക്കണ്ടേ? യേശു സ്നാനപ്പെട്ട് നമ്മളിപ്പോ വായിച്ചു, ഇനി യേശു ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? യോഹന്നാന്റെ വിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം വായിച്ചേ. യോഹന്നാൻ 3:22. ആ വായിച്ചോ. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ. അപ്പൊ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ? യേശു സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? പറഞ്ഞേ. ആ ചിലർക്കൊക്കെ പുതിയ അറിവായിരിക്കും, ചിലരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് പഠിപ്പിക്കുന്നവർക്ക് മിക്കവർക്കും അറിയില്ല, അത് വിശ്വാസികൾക്ക് പോലും അറിയില്ല, ഇതാരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. യേശു സ്നാനപ്പെടുക മാത്രമല്ല, യേശു സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി താഴ്ത്തിക്ക് വായിച്ചേ, ഇനി ഒന്നുകൂടി തെളിയിക്കാം. യേശു തന്നെ ആണെന്നും കൂടെ നോക്കിയത് അവിടെ തന്നെ ഉണ്ട്, എന്നാലും വായിക്കാം. അപ്പൊ യോഹന്നാൻ അവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഐനോനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ എന്ത് ചെയ്തു? അത് വളരെ വെള്ളമുള്ള പുറത്താണ്. അപ്പൊ തളിച്ചല്ല, മുക്കി തന്നെ സ്നാനപ്പെടുത്തിയേക്കണേ. തളിക്കണേ ഒരു കപ്പ് വെള്ളം പോരെ. അപ്പൊ വളരെ വെള്ളമുള്ള ഐനോനിലാണ് ആര് സ്നാനപ്പെടുത്തുന്നത്? യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ യഹൂദ്യ ദേശത്ത് ആരാണ്? യേശു ശിഷ്യന്മാർ എന്ത് ചെയ്യാണ്? സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 2 വാക്യം എടുത്ത് താഴെ വായിച്ചേ, 2 വാക്യം താഴെ. റബി, അതായത് യോഹന്നാനോട് അവരുടെ ശിഷ്യന്മാർ വന്നിട്ട് പറയാണ്, റബി, ആ യോർദാനക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ. യോഹന്നാൻ ആരെ കുറിച്ച് വാക്യം പറഞ്ഞേ? യേശുവിനെ കുറിച്ചാണ്. സാക്ഷീകരിച്ചിട്ടുള്ളവൻ. കണ്ടോ? യോഹന്നാൻ ശിഷ്യന്മാരെ അതിനെല്ലാം വന്നിട്ട് പറയാനേ, യോഹന്നാന്റെ യഹൂദിയിൽ എന്ത് ചെയ്യാണ്? നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ, അതായത് യേശു ക്രിസ്തു അവിടെ എന്ത് ചെയ്യാണ്? യഹൂദയിൽ എന്താണ്? സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യേശു കൽപ്പിച്ചിട്ടുണ്ട്, യേശു സ്നാനപ്പെട്ടിട്ടുണ്ട്, യേശു സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താ സ്നാനം എടുക്കാൻ വിരോധം? കണ്ടോ?
വെറുതെ വചനം അറിയാതെ മുട്ടുനായങ്ങൾ എന്ത് ചെയ്യാൻ ഓരോരുത്തരും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. ഓക്കെ, ഇനി നമുക്ക് മടങ്ങി വരാം. അപ്പോൾ യേശു ക്രിസ്തു യോഹന്നാന്റെ കീഴിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റ് ഒന്ന് സകല നീതി എന്ത് ചെയ്തു? നിവർത്തിച്ചു. രണ്ടാമതായിട്ട് എന്താണ് ചെയ്തത്? നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്, തളിച്ചാണോ മുങ്ങിയാണോ എന്നുള്ളതിന് ഒരു മാതൃക കാണിച്ചു തരാനാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തത്? വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടത്. ഇനി അടുത്തത് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മർക്കോസ് 16-ന്റെ 15-16. അപ്പൊ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭൂലോകത്തെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ആമേൻ. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനെ രക്ഷിക്കപ്പെടുമെന്ന്, അല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും. അവൻ സ്നാനപ്പെട്ടിൽ നിത്യ നരകത്തിലേക്ക് പോകും. അതിൽ ഒരു തർക്കമില്ല. അമ്മേ, റോമാലേഖനം 6-ാം അധ്യായം കൂടി എന്ത് ചെയ്യാം? നമ്മൾ തെളിയിക്കും. റോമാലേഖനം 6-ാം അധ്യായം കൂടി എന്ത് ചെയ്യണം? നമ്മൾ തെളിയിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം മനസ്സിലാവും. നമ്മൾ അങ്ങോട്ട് വരാം. അടുത്ത വാക്യത്തിൽ നമ്മൾ വരും. ആമേൻ. അപ്പൊ ഇവിടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തളിച്ചെന്ത് ചെയ്യരുത്? സ്നാനപ്പെടുത്തരുത്. അത് ദൈവത്തിന്റെ ആലോചനയല്ല. കാരണം ബൈബിൾ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. മലന്ന് കിടക്കുന്ന കുഞ്ഞിന് യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. മലന്ന് കിടക്കുന്ന കുഞ്ഞിന് യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് ഏറ്റു പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാ ബൈബിൾ ഞാൻ നേരത്തെ പറഞ്ഞത്. സ്നാനപ്പെടാനുള്ള യോഗ്യത എന്താണ്? വിശ്വസിക്കുവാൻ പ്രായമുണ്ടാകണം. എന്ത് വിശ്വസിക്കണം? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുവാൻ പ്രായമുള്ളവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ശിശുസ്നാനം തെറ്റാണ്, തളിക്കൽ സ്നാനം തെറ്റാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്നാനം അമ്മേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിലിറങ്ങി മുങ്ങിത്തന്റെ സ്നാനപ്പെടണം. അതാണ് ബൈബിൾ അടിസ്ഥാനത്തിലുള്ള സ്നാനം എന്ന് പറയുന്നത്. അല്ലാത്തതൊന്നും യഥാർത്ഥമായ സ്നാനമല്ല. കത്തോലിക്ക ബൈബിളിൽ ജ്ഞാന സ്നാനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ഒരു സഹോദരനോട് ചോദിച്ചു, ഭയങ്കര കത്തോലിക്കനാണ്. അദ്ദേഹം ചോദിച്ചു, പാസ്റ്ററെ ഞാൻ ബൈബിൾ വായിച്ചപ്പോ ജ്ഞാന സ്നാനം എന്നാണല്ലോ ഞങ്ങളെ POC ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് തെളിഞ്ഞു എന്ന് തുടങ്ങി. ഞാൻ പറഞ്ഞു, അതെ, അറിവ് വെച്ചതിന് ശേഷം ജ്ഞാനം വന്നതിന് ശേഷമേ സ്നാനപ്പെടാവൂ എന്ന് നിങ്ങളുടെ ബൈബിളിൽ തന്നെ എഴുതി വെച്ചിരിക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നേ? ഒരു അറിവില്ലാത്ത കൊച്ചിനെ തളിച്ച് എന്നിട്ട് പറയാണ് ഞങ്ങൾ മാമോദിസ മുക്കി സ്നാനപ്പെടുത്തിയെന്ന്. കണ്ടോ? എന്തൊരു അബദ്ധചടിലമായ ഉപദേശമാണ്. യഥാർത്ഥമായി വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാതെ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. ഇനിയാണ് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടേണ്ട പ്രാധാന്യം എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ. റോമാലേഖനം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. പാപസംബന്ധമായി മരിച്ചവരായ, എപ്പോഴാണ് നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചേ? രക്ഷിക്കപ്പെട്ടപ്പോഴാണ് പാപസംബന്ധമായി മരിച്ചത്. അപ്പൊ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ഐക്യപ്പെടുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. ആമേൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനെ ഇത് കല്ലറ വെച്ചു, ആരും കണ്ടില്ല. ഇതേപോലെ പാപസംബന്ധമായി മരിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മളെ
അടക്കം ചെയ്യുന്ന ശുശ്രൂഷയാണ് എന്ത് പറഞ്ഞ സ്നാന ശുശ്രൂഷ. നമ്മളൊരു വ്യക്തിയെ അടക്കുമ്പോൾ കൈ പുറത്തേറ്റിട്ടാണ് അടക്കുക. എന്നവൻ കൈ കൊണ്ട് അനേകരെ സഹായിച്ച എന്നവന്റെ കൈ പുറത്തിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കുഴിച്ചിടൂ? ഇല്ല. മരിച്ചവനെ കുഴിച്ചിടണമെങ്കിൽ പൂർണ്ണമായിട്ടില്ലേ 6 അടി മണ്ണ് കുത്തിന്ന് പട്ടിയൊന്നും മാറാതെ സ്മെല്ലൊന്നും എടുക്കാതിരിക്കാൻ 6 അടി മണ്ണിൽ എന്ത് ചെയ്യും? താഴ്ത്തി എന്ത് ചെയ്യും? കുഴിച്ചിടും. കഴിഞ്ഞ കൊറോണ കാലം വന്നപ്പം അടക്കുന്നതിന് പൈസ ചെലവുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു? ആ നദികളുടെ തീരത്തൊക്കെ ആൾക്കാര് മണ്ണ് വാന്തി വെറുതെ 3 അടിയൊക്കെ താത്തിട്ട് എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. അങ്ങനെ സാരിയൊക്കെ മേളിലൊക്കെ കണ്ടതാണ് സ്ത്രീകളിലൊക്കെ. എന്നിട്ട് പട്ടി വന്ന് മാന്തി തലയൊട്ടിയൊക്കെ കടിച്ചു പറിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മരിച്ചവനെ കുഴിച്ചിടുമ്പോൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് അവന്റെ സകല അവയവങ്ങളും മണ്ണിനടിയിലാക്കിയിട്ടാണ് കുഴിച്ചിടുക, അല്ലെ? ഇതേപോലെ പാപസംബന്ധമായി മരിച്ച് രക്ഷിക്കപ്പെട്ട ഒരുത്തനെ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് സ്നാനം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞ പുസ്തകമുണ്ടോ? അത് ഭയങ്കര ആത്മീക മർമ്മ. ആമേൻ. യേശു ക്രിസ്തുവിനെ മരിച്ചടക്കം ചെയ്തത് പോലെ നമ്മെ അടക്കുന്ന ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ മരിച്ചവന്റെ പൂർണ്ണത എവിടെയാണ്? അടക്കത്തിലാണ് നടക്കുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കണം. അത് പലർക്കും ഡൗട്ടുള്ള വാക്യമാണ്. നമ്മൾ നേരത്തെ വായിച്ച അപ്പോസ്തലർ പ്രവൃത്തി 2:37 ഒരാൾ വായിക്കണം. വേറൊരാള് അപ്പോസ്തലർ പ്രവൃത്തി 22:16 വാക്യം വായിച്ചേ. 22:16. രണ്ടാം അപ്പോസ്തലർ 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നമുക്ക് ആ ഭാഗം അറിയാം. പത്രോസ് ലീഗയുടെ പെന്തക്കോസ്താൽ പരിശുദ്ധം ഇറങ്ങി വന്നപ്പോൾ 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് വന്നൊരു പ്രസംഗമാണ്. ആ പ്രസംഗം കഴിഞ്ഞപ്പോ ഇവർ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ പത്രോസ് പറഞ്ഞ കാര്യമാണ് അടുത്തത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. പക്ഷെ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നും പാപങ്ങളുടെ മോചനത്തിനായിട്ട് എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. അപ്പൊ ചിലർ ചോദിക്കുന്നത് പാപം മോചിക്കപ്പെടാനാണോ സ്നാനം എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോ നമ്മുടെ പാപം ക്ഷമിച്ചില്ലേ? ഇതാണ് ഒരാൾ ചോദിക്കുന്ന ചോദ്യം. 22:16 വെച്ച് അപ്പോസ്തലർ 22:16. എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച പൗലോസിനോട് പറയാണ്, സ്നാനമേറ്റ്. കാരണം അവിടെ പറയുന്നത് സ്നാനമേറ്റിട്ട് നിന്റെ പാപങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അവിടെ വായിച്ചെന്ത് തോന്നും? സ്നാനപ്പെടുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നെന്ന് തോന്നും, അല്ലേ? ശരിയല്ലേ? നിങ്ങൾ വായിക്കുമ്പോൾ തോന്നില്ല എനിക്ക്? സ്നാനപ്പെടുമ്പോഴാണ് നമ്മുടെ പാപം കഴുകപ്പെടുന്നത് തോന്നും. പക്ഷെ അതേ ഞാൻ പറഞ്ഞേ, ഇതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരണമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരണം. നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്തിലേക്ക്. അതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പാപസംബന്ധമായി മരിച്ചു. ആ മരിച്ചവനെ കുഴിച്ചിരുന്ന ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് സ്നാനം എന്ന് പറയുന്നത്, അല്ലെ? ഇനി ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വ്യക്തി മരിച്ചു. ഞാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്, എങ്കിലും ഇനി എപ്പോഴും പറയുക. ഇപ്പൊ ഒരു ഭർത്താവ് മരിച്ചു എന്ന് ഇരിക്കുക. ആ ഭാര്യ രാവിലെ ഒരു 5 മണിക്കാണ് ഭർത്താവ് മരിച്ചത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോ ഭാര്യ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞ് ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചാൽ നാട്ടുകാരെന്ത് പറയും? അവൻ അടക്കിയിട്ടില്ല. രാത്രി 6 മണിക്ക് അടക്കം. അപ്പത്തേക്കും 10 മണിക്ക് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ച നാട്ടുകാർ പറയും, അവൻ ചാവാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, വേറെന്തോ സെറ്റപ്പ് ഉണ്ട്, അതുകൊണ്ട് അവൻ ചാവാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയൂലേ? ശരിയല്ലേ നിങ്ങളെ? ഇനി മറിച്ച് 6 മണിയായിട്ട് അവന്റെ അടക്കം കഴിഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം ഈ ഭാര്യ ഭക്ഷണം കഴിക്കുന്നില്ല, അതിന്റെ പിറ്റേ ദിവസം കഴിക്കുന്നില്ല, 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ഇതേ നാട്ടുകാരെന്ത് പറയും? അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും? മോളെ, പോകേണ്ടവൻ പോയി, ഇനി നീ നിന്റെ ശരീരം കളയണ്ട, നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കേണ്ടതാ, അതുകൊണ്ട് നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ
ഈ മരിച്ച ബോഡിയുടെ പൂർണ്ണത എവിടെയാ? അടക്കത്തിലൂടെ മാത്രമേ സംഭവിക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? അടക്കം കഴിയുന്നവരെ സ്വസ്ഥതയുണ്ടാവില്ല. ഇപ്പൊ ഗൾഫിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വലിയ ചടങ്ങാ, ഒരാഴ്ചയൊക്കെ കഴിയും ബോഡി കൊണ്ടുവരാൻ. ആ ഒരാഴ്ച ഇവിടെ അടിച്ചു പൊളിച്ചിരിക്കാൻ പറ്റുമോ? എന്നാ ഭർത്താവ് മരിച്ചെടുക്കാം, എന്നാ നമുക്ക് വീഗാലാൻഡിൽ പോയി അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് പോവോ? ഇല്ല. അവനെവിടെ പറഞ്ഞ് അടക്കം ചെയ്താൽ എന്തേ ഉള്ളൂ? മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നാട്ടുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കില്ല. അങ്ങനെയുള്ളതുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാ, അല്ലെ? ഇന്നാളെ ഒരു സ്ത്രീ 5 മക്കളെ ഇട്ടിട്ട് വേറെ ഒരു ഓട്ടോറിക്ഷക്കാരെ കൂടെ ഓടിപ്പോയി. ഇവിടെ അടുത്താ. അവരൊക്കെ ആഘോഷിക്കായിരിക്കും. നോർമലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അടക്കം കഴിയാതെ ഒരാഘോഷം നടക്കില്ല. ഇതേപോലെ പാപത്തിൽ മരിക്കുക എന്ന് പറയുന്നത് എന്താണ്? രക്ഷിക്കപ്പെടുക എന്നതാണ്. അവനെ കുഴിച്ചിരുന്ന ശുശ്രൂഷയാണ് ഏത്? സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എഴുതിച്ചത് പാപങ്ങളുടെ മോചനത്തിനായെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവന്റെ പൂർണ്ണത സ്നാനത്തിലൂടെ നടക്കുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടപ്പോൾ പാപസംബന്ധമായി മരിച്ചു. ആ മരിച്ചവനെ കുഴിച്ചിരുന്ന ശുശ്രൂഷയാണ് ഏത്? സ്നാന ശുശ്രൂഷ. അതുകൊണ്ടാണ് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് പറയുന്നത്. ആമേൻ. അത് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് സ്നാനത്തിലൂടെ നടക്കുന്നത്. ഞാൻ പറയാൻ മനസ്സിലാവുന്നില്ല? രക്ഷിക്കപ്പെട്ടതിന്റെ ആ തെളിവാണ് സ്നാനത്തിലൂടെ. കാരണം എന്താണ്? രക്ഷിക്കപ്പെട്ടപ്പോ മരിച്ചു, സ്നാനത്തിലൂടെ അടക്കം കഴിഞ്ഞു, ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കുകയാണ്. പണ്ട് കുന്നുകുളത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞത് ഭയങ്കരമായ ഒരു റൗഡി, ഭയങ്കര ഗുണ്ടയാ പുള്ളി. അങ്ങനെ പുള്ളി സുവിശേഷം കേട്ടെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടു കഴിഞ്ഞ് പുള്ളിയോട് പറഞ്ഞു, മരിച്ചവനെ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് എന്ത്? സ്നാന ശുശ്രൂഷ. അതുകൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞ പിന്നെ കൈയും കാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, പൊക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹത്തെ പഠിപ്പിച്ചു. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലെ സിറിഞ്ച് കൊണ്ട് കുത്തിയാലും പിന്നെ എഴുന്നേക്കില്ല. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, അയ്യോ പാസ്റ്റേ, അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടുത്തുമ്പോൾ എന്റെ കൈ സ്നാനപ്പെടുത്തരുത്, എന്റെ വലത് കൈ മാത്രം സ്നാനപ്പെടുത്തരുത്. അത് ഞാൻ അടുത്ത മാസം വന്നിട്ട് എന്ത് ചെയ്യാം? സ്നാനപ്പെട്ടോളാം. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയണേ? അപ്പൊ ഇയാള് പറയണേ, എനിക്ക് ഒരാളെയും കൂടി തല്ലാനുണ്ടെന്ന്, അതും കൂടെ കൈ വന്നിട്ട് എന്ത് ചെയ്തോളാം? ഞാൻ എന്റെ കൈ മുക്കാന്ന്. പുള്ളിക്ക് അത്രയെങ്കിലും മനസ്സിലായല്ലോ. ഇന്ന് സ്നാനപ്പെട്ടവരൊക്കെ ചർച്ചയ്ക്ക് കിടന്നുള്ള അടി കിടക്കുന്നത് കാണുമ്പോ അല്ലെ, വീഡിയോ ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഇവരൊന്നും യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവനോ സ്നാനപ്പെട്ടവനല്ല. ആമേൻ. നമ്മൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ, ക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ, ലോകത്തിന്റെ ഇമ്പങ്ങളും മോഹങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? നമ്മള് ത്യജിക്കണം. ആമേൻ. അപ്പോൾ മാത്രമേ ആ സ്നാനത്തിന്റെ പൂർത്തീകരണം, യേശു ക്രിസ്തുവിന്റെ മണവാട്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് പിന്നെ നമ്മൾ കൽപ്പന പഠിക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മണവാട്ടിയുടെ ഒരുക്കത്തിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, ഉപദേശങ്ങൾ എന്ത് ചെയ്യും? സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിക്കും. ആമേൻ. അല്ലേ? അതുകൊണ്ട് നമ്മൾ പിന്നെ ആചാരപരമായ കാര്യങ്ങൾ, പിന്നെ പെരുന്നാൾ പോകാൻ പറ്റത്തില്ല, പൂരത്തിന് പോകാൻ പറ്റത്തില്ല, ആമേൻ, ബാല കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജാതീയമായ ഉത്സവങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പോവാൻ പറ്റത്തില്ല. അതേപോലെ എന്താണ്, പോയിട്ട് അരവണ പായസം തിന്നാൻ പറ്റില്ല. അവിടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വേർപാട് പാലിക്കണം. ജാതീയമായ ആചാരങ്ങളും ആരാധനകളും വേണം വിടണം. കാരണം നമ്മൾ എന്താണ്? ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ ആ ക്രിസ്തുവിനോടുള്ള നല്ല മനസ്സാക്ഷി വരികയാണ്. ആ ക്രിസ്തുവിനോട് നമ്മൾ ചേരുകയാണ്. അപ്പോൾ വേർപെടേണ്ടടുത്ത് നമ്മൾ വേർപെടണം. അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്നാനപ്പെടാവൂ. ഇതൊന്നും അറിയാതെയാണ് ഞാൻ സ്നാനപ്പെട്ടെ. സത്യം പറഞ്ഞ അന്ന് ഞാൻ എന്നെ സ്നാനപ്പെടുത്തിയത് ഒരു പാന്റിന്റെ ഷർട്ടിന് വേണ്ടി ഞാൻ സ്നാനപ്പെട്ടെ. സത്യം പറയാലോ. അല്ലാതെ ഇത്ര അധികം പ്രാധാന്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ 12 വയസ്സിൽ അന്നൊക്കെ നമുക്ക് ദാരിദ്ര്യമാണല്ലോ. അപ്പൊ നോക്കുമ്പോൾ സ്നാനപ്പെട്ടാൽ പുതിയ പാന്റും പുതിയ ഷർട്ടും പുതിയ ചെരുപ്പും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സ്നാനത്തിന് സമ്മതം മൂടി. എന്തുണ്ടായി? ഇതിന് ആത്മീയ അർത്ഥം അറിയാതെ പിന്നെ പിന്മാറിപ്പോയി. ഇത് അത്ര അധികം ആത്മീയ അർത്ഥമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. സാധാരണ അന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് യേശുവിന്റെ കൽപ്പനയാണ്, സ്നാനപ്പെടുന്നത് മാത്രമേ ഇത് പറയുള്ളൂ. അല്ലാതെ ഈ ഉപദേശങ്ങളൊന്നും പഠിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ തെറ്റിലേക്ക് പോവുകയാ. യഥാർത്ഥത്തിൽ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം, ഒരുപാട് സൂക്ഷിച്ച് ജീവിക്കണം. കാരണം അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവനോട് നമ്മൾ ചേരുന്ന ശുശ്രൂഷയാണ് ഈ സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. പിന്നെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്.
അമേ കർത്താവിന് ഇഷ്ടമുള്ളതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അമേ വചനത്തിന് അടിസ്ഥാനപ്പെട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അമേൻ. പിന്നെ ജാതീയമായല്ലേ സിന്ദൂരം പിന്നെ നമുക്ക് തൊടാൻ പറ്റില്ല. അമേൻ. ജാതീയമായി കെട്ടിയ താലി ഇടാൻ പറ്റത്തില്ല. അമേൻ. അവ ജാതീയമായ അമേൻ. ഇപ്പൊ പുതിയതായിട്ട് വന്നപ്പോ ഭർത്താവ് രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഒരു മാലയും കമ്മലും ഇടുന്നതില് ഇപ്പൊ ഞാനൊന്നും പറയത്തില്ല. കാരണം വചനം പഠിപ്പിച്ച ശേഷം എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുന്നുള്ളവര് അങ്ങനെ ഭാര്യ ഭർത്താവും കൂടെ സ്നാനപ്പെടാൻ വരികയാണെങ്കിൽ അതും കൂടെ ഊരിയിട്ട് സ്നാനപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വചനം പഠിച്ച എന്തായാലും എന്ത് ചെയ്യണം. കാരണം ഈ 1 പത്രോസിന്റെ ലേഖനത്തിലും തിമോഥെയോസിന്റെ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസും അതേപോലെ പത്രോസും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അമേൻ. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ക്ലാസ് എടുക്കാം. അമേൻ. യഥാർത്ഥമായിട്ട് ആത്മീക വിശുദ്ധിയാണ് എന്ത് ചെയ്യുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. അമേൻ. വചനം പഠിച്ചു വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ഊരണം. അമേൻ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ജാതികമായ ആരാധനയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ എന്ത് ഒഴിവാക്കണം. ഞാൻ മനസ്സിലാണോ? അമേ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നാനപ്പെട്ടിട്ട് പിന്നെ നമുക്കത് ശിക്ഷയ്ക്ക് കാരണമാകരുത്. ഞാനിത് പറഞ്ഞത് അതുകൊണ്ടാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പലരും ഇത് പറയാതെ എന്ത് ഇന്നാളെ കാലം പറയാണ്, പക്ഷേ അവിടെ 7 പേര് സ്നാനപ്പെടാൻ വെച്ചു, പക്ഷെ അവസാനം എന്ത് ചെയ്തു, ഒരാളും എന്തില്ല, സ്നാനത്തിൽ നിന്ന് പിന്മാറി. അപ്പൊ 666 മറ്റേ ആന്റിക്രിസ്റ്റിന്റെ സംഖ്യയാണല്ലോ. അപ്പൊ 6 ശരിയായ സംഖ്യയല്ല. അതുകൊണ്ട് അപ്പൊ തന്നെ പാസ്റ്റർ അവിടെ ചോദിച്ചു, ഇനി ആരാണ് സ്നാനപ്പെടാതെ ചോദിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്ത് ചെയ്തു, എന്നെ കൊണ്ട് വെള്ളത്തിൽ തള്ളിയിട്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. പുള്ളി സ്നാനപ്പെട്ടതല്ല. എന്നാ പറയാമോ, പുള്ളി സ്നാനപ്പെട്ട് നല്ല തണുപ്പുള്ള സമയത്ത് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി അവിടുത്തെ തട്ടയുടെ പോയി സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക. ചോദിച്ചപ്പോ പറയാ, പാസ്റ്റേ ഭയങ്കര തണുപ്പാന്ന്. സ്നാനപ്പെട്ടവൻ ആത്മാവിന് പുറകെ കൊടുത്തോണ്ടിരിക്കുക. ഇവനൊക്കെ പിന്നെ ശിക്ഷ മേടിക്കാൻ വേണ്ടിയിരിക്കുക. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഇപ്പൊ നമ്മളെ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതെ, പിന്നെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധിയോടെ ജീവിച്ചാൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വേറൊരു മാർഗവും ഇല്ല. അവർ അവിശ്വാസികളോട് ഇണയില്ലാത്ത കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. ആമേൻ. ബലിയാലിനും ക്രിസ്തുവിനും തമ്മിൽ ഒരു ചർച്ചയുമില്ല. ഇരുളിലും വെളിച്ചത്തോടും നമ്മൾ ചർച്ചയില്ലാത്തത് പോലെ അവിശ്വാസികളോട് ഇണയല്ലാപ്പിട കൂടരുത്. ആമേ. അപ്പൊ രക്ഷിക്കപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, കർത്താവിന്റെ മണവാട്ടിയായി അല്ലെ കാന്തയായി, ആമേൻ, അത് നിർമ്മല കന്യകയായി, ആമേൻ, നമ്മൾ ഒരുക്കപ്പെട്ട് ജീവിക്കണം. കർത്താവ് ആരെ? വിശുദ്ധനാ. അപ്പൊ അവന്റെ മണവാട്ടി എന്ത് ചെയ്യണം? വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഓക്കെ, പെട്ടെന്ന് വന്നാട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. 4-ാം വാക്യം വായിച്ചോ. 4-ാം വാക്യം വായിച്ചോ. പെട്ടെന്ന് വായിച്ചാട്ടെ. 6:4 റോമാലേഖനം 6:4. ഇങ്ങനെ നാം യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ സ്നാനത്തിലൂടെ എന്താണ്? നമ്മുടെ അടക്കവർക്ക് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ കണ്ടോ, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. 5-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിച്ചേ. 5-ാം വാക്യം വായിച്ചേ. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. അപ്പൊ യഥാർത്ഥത്തില് ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തോട് സാദൃശ്യമാണ് സ്നാനം. ക്രിസ്തുവിനെ മരിച്ചടക്കപ്പെട്ടതുപോലെ നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ എന്താണ്? ഉയർക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തില് മരണ പുനരുദ്ധാനോട് സാദൃശ്യം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോക്ക് നടക്കില്ല. ഏത് മനുഷ്യൻ വാദിച്ചാലും എന്ത് വാദിച്ചാലും സ്നാനപ്പെടാതെ ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കാതെ സ്വർഗത്തിൽ പോക്ക് നടക്കില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പിശാച് സ്നാനത്തെ തടയുന്നത്, അല്ലേ? അതായത് നമുക്കറിയാലേ, ഈ വെള്ളം അടിച്ച് അത് മദ്യപിച്ച് ഷാപ്പിൽ തുണിയില്ലാതെ കിടന്നാലോ, അല്ലെ, കുടിച്ച് ഛർദിച്ച് ഓടെ കിടന്ന് പട്ടി നക്കി കിടന്നാലോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല. സഭയിലെ പുരോഹിതനോ ആർക്കും ഒരു പരാതിയില്ല.
പക്ഷെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് വെള്ളത്തിലൊന്ന് മുങ്ങി സ്നാനപ്പെട്ട ഒരു പറയും നിന്നെ അടിച്ചു കൊല്ലും, വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെ, ഞങ്ങൾ തൂങ്ങിച്ചാവും, എന്തൊക്കെയാ പറയുന്നത് അല്ലേ? നമ്മളിപ്പോ ഇപ്പൊ ഭയങ്കര ചൂടുള്ള സമയമല്ലേ, നമ്മളിപ്പോ പോയിട്ട് ഒരു 50 പ്രാവശ്യം ചാടി കുളിച്ചാലും ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഒരു ദിവസം 6 പ്രാവശ്യം കുളിച്ചാലും ആർക്കൊരു പരാതി ഉണ്ടോ? ഇല്ല. പക്ഷെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങുമ്പോ ഇവർക്കൊക്കെ പ്രശ്നമായി. അതിന്റെ കാര്യം പറയുമോ, ഈ സ്നാനത്തിന് അത്ര പ്രാധാന്യമുണ്ടെന്ന് പിശാചിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യാണ്? ഇവരെ ഇളക്കിക്കൊണ്ടുവരുന്നതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഈ സ്നാനത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അങ്ങനെ ചാവുകയാണെങ്കിൽ പറയണം, നിങ്ങൾ ചത്ത നിത്യ നരകത്തിൽ പോവും, ഞാൻ സ്നാനം ഏറ്റാളുണ്ടാവും, ഞാൻ സ്വർഗത്തിലേയും പോവും. ഒരാളും ചാവാൻ പോകുന്നില്ല. പണ്ടൊരു മോള് സ്നാനപ്പെട്ടപ്പം അമ്മ പറഞ്ഞു, നീ സ്നാനപ്പെട്ട് തിരിച്ചു വന്നാൽ ഞാൻ തൂങ്ങി ചാവെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ അവര് ബീഫ് കറിയും കൂട്ടി മെസ്സേജ് ചെയ്ത് ഊണ് കഴിച്ചോണ്ടിരിക്കുക. സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ. ആമേൻ. ഞാൻ പറയാനോ. അപ്പൊ അതുകൊണ്ട് ഇത്ര പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തോട് സാദൃശ്യമാക്കി സ്നാനത്തെ വെച്ചേക്കുക. ആമേൻ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണു നടത്താട്ടെ. ആമേൻ. സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ എഴുന്നേറ്റ് ഒരു വാക്കിൽ സ്നാനം പറയണം, സാക്ഷ്യം പറയണം. ഞാൻ കർത്താവിന്റെ കൽപ്പനയാവുന്ന സ്നാനം സ്വീകരിപ്പാൻ തയ്യാറാണ്, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു സാക്ഷ്യം നിങ്ങൾ പറയണം. ആമേ. നമ്മൾ ഈ സമയത്ത് അത് പറയും. ആമേ. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവര്, ആമേ, കർത്താവിന്റെ കൽപ്പന ആമേ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവര്, ആമേ, നമുക്ക് ഇതിനു ശേഷം സാക്ഷ്യം പറയും. ഇപ്പോൾ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് ആമേൻ. ഷിജി പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 hallelujah.